വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ശബ്ദം ഉയർത്തി പേടിപ്പിക്കണമെന്നും എന്റെ അടുത്ത് വേണ്ട. ശിവ വീട്ടേക്ക് അവളടുത്ത് ഉടക്കുണ്ടാക്കാൻ പോണ്ട. അവള് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളിന്റെ മോളാണോ? ഹേയ് അല്ലടി, ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളിന്റെ ഫ്രണ്ടിന്റെ മോളാ. അതും ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോള്. അതിന്റെ അഹങ്കാരം ഇവക്ക് നന്നായിട്ടുള്ളതാ. ചേടാ ഇനിയിപ്പോ എന്താ നടക്കാൻ പോണേ? നീ ആരോടാ കളിച്ചേ? നിനക്ക് വൈകാതെ ഞാൻ കാണിച്ചു തരുന്നുണ്ടെടി. നിന്നെ കൊണ്ട് പറ്റിയത് ചെയ്യേ. എന്തടി അവിടെ തന്നെ നിന്നേ? വാ കഴിക്കാൻ പോന്നേ. എടാ ലിയോ, ഇവള് നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ലടാ. അതന്നെയാ ഞാനും പറയാൻ വന്നേ. ഇവള് മിക്കവാറും നമ്മൾ അജുവിനൊരു ടഫ് ആവും. എന്നാലും നീ ഒന്ന് നോക്കിയേ. വന്ന അന്ന് നമ്മൾ അജുവിന്റെ മെക്കിട്ട് കേറി. ഇപ്പതേ ഇവളെ ക്ലാസ് തന്നെ ഭരിക്കുന്ന ആ ഡയാനോടും ഇവളെ തൊലിക്കെട്ടി അപാരം തന്നെ. നമ്മൾ അജുവിനെ എടുത്തിട്ട് പൊരിച്ചവക്ക് ഡയാനൊക്കെ ഒരു വിഷയാണോ? ചുമ്മാ ലെഫ്റ്റ് ഹാൻഡിൽ അവളെ ഹാൻഡിൽ ചെയ്തിട്ട് പോകുന്നേ. എടാ ഇവളെ കാര്യം ഇങ്ങനെ വിട്ടാ പോരാ. നമ്മള് കുറച്ചും കൂടെ സീരിയസ് ആവണം. മിക്കവാറും വേണ്ടി വരും. ഇന്ന് തന്നെ ഒരു മീറ്റിംഗ് അങ്ങ് ഇട്ടേക്കാന്നേ. അവള് വരുന്നടാ. ഇതെന്തോന്ന്? അത് ഞാന് കരാട്ടയില് കളർ ബെൽറ്റാ. അതെന്തോന്നടേ? അതിനെ ഞാൻ എന്ത് വേണം? അത് പിന്നെ ഞാൻ എനിക്ക് കരാട്ട അറിയാന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതൊന്നല്ല. അത് പിന്നെ എന്റെ പ്രാക്ടീസിന് ഇടയ്ക്കാ നീ കയറി വന്നേ. അതാ. എന്തോന്ന്? ഓ, എന്റെ പെർഫോമൻസ് കണ്ട് പേടിച്ചു കാണുമല്ലേ? നീയും കൂടെ അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതല്ലേ. നീയേ ബാക്കിയുള്ളവരടുത്ത് മുട്ടുന്ന പോലെയല്ലേ ഞങ്ങളടുത്ത്. ഞങ്ങളെല്ലാരും കരാട്ടയില് കില്ലാടിസാ. എന്താടാ? പിന്നെ അല്ലാതെ കരാട്ടയില് ഞങ്ങൾ കഴിഞ്ഞിട്ടേ ആരുള്ളൂ. അല്ല ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? അല്ല അത് പിന്നെ നീ ഇപ്പോ ആ ഡയാനോട് ഷോ കാണിച്ചതൊക്കെ ഞങ്ങൾ കണ്ടതാ. നീ ഷോ ആണ് കാണിക്കുന്നേ, ബട്ട് ഞങ്ങൾ അതല്ലേ റിയൽ കരാട്ടയാ. സോ ഇതറിഞ്ഞിരിക്കണത് നിന്റെ സേഫ്റ്റിക്ക് നല്ലതല്ലേ. കാരണം നീ ഏറ്റുമുട്ടാൻ പോണത് ആരോടാന്ന് നിനക്കും കൂടെ അറിയണ്ടേ. അതാ. മതി പിച്ചക്കാരനെ പോലെ കയ്യും കട്ടിയൊരു പോസ്. ഇത് കരാട്ടയാന്ന് നീ മാത്രം പറഞ്ഞാ മതി കേട്ടാ. സോ ഞങ്ങളോട് കളിക്കുമ്പം സൂക്ഷിച്ച് കളിച്ച നിനക്ക് കൊള്ളാം. അല്ലാന്നുണ്ടെങ്കി കണ്ടടാ അവളെ അഹങ്കാരം. അല്ലോ ഇവളെന്താ അടുത്തോട്ട് വരുന്നേ? എങ്ങോട്ടാ? വഴിയിൽ വന്ന് മല പോലെ നിന്നിട്ട് എങ്ങോട്ടേക്കാണോ? മാറങ്ങോട്ടെ. ഓ അത് ശരി, പോവാനായിരുന്നാ? പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ ആരോടാ കളിക്കണെന്ന് സൂക്ഷിച്ചോ. കാരണം നിന്നെ ഞങ്ങൾക്ക് തികച്ചു അറിഞ്ഞൂടാ. പുട്ടാ, അവളെന്തിനാ നമ്മൾ അറിയണേ? നമ്മളെ അവൾ അറിഞ്ഞാ പോരെ. ഐ മീൻ ഞങ്ങൾ ആരാന്ന് നിനക്ക് തികച്ചു അറിയത്തില്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഞങ്ങളോട് വമ്പത്ര എടുക്കാൻ നിൽക്കാതെ മര്യാദക്ക് നാളെ രാവിലെ അജുനോട് സോറി ചോദിച്ചോ. അതാ നിനക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കി ഇതിന് നീ ഖേദിക്കും. ഇതെങ്ങനെടാ? മാസ് തൽക്കാലേ എനിക്ക് നിന്റെ അജുനോട് സോറി ചോദിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ടേ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യും. ഓക്കെ? ഓൾ ദി ബെസ്റ്റ്. ഡാ നീ എവിടെ പോയതാ? എടാ അത് നമ്മളെ മാസ്റ്റർ വിളിച്ചായിരുന്നു. മാസ്റ്റർ വിളിച്ചിക്കേ? എന്തേ മാസ്റ്റർ ഹോസ്പിറ്റലിന് വീട്ടിലേക്ക് എത്തിയോ? അതേടാ, മാസ്റ്റർ ഇപ്പം ഫുൾ എനർജിയിലാന്നേ. നമ്മളോട് മൺഡേ തന്നെ തിരിച്ച് ജോയിൻ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നേ. ഓ അത് ശരി. അല്ലടാ നിനക്കിതെന്ത് പറ്റി? മുഖൊക്കെ വല്ലാണ്ടിരിക്കുന്നേ. ഹേ അങ്ങനൊന്നുമില്ല. ഇല്ലല്ലോ, എന്തോ കാര്യായിട്ടുണ്ട്. എന്ത് പറ്റി? എടാ ഒന്നുമില്ലെന്ന്. ഇല്ല, ഞാൻ വിശ്വസിക്കൂല. എന്റെ അജുനെ എനിക്ക് അറിഞ്ഞൂടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ലടാ. ഡയാന? അവളെയോ? ഏതവളെ? ആരെ കാര്യായി പറയുന്നേ? എനിക്കങ്ങനെ അറിയാനാ? പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. കാലുയർത്തിക്കേ?
പൊതുവെ എല്ലാരും കയ്യല് ഉയർത്തുക, ഇവളെന്താ ഓപ്പോസിറ്റ് ആണോ? എന്തേലും അവളൊരു വെറൈറ്റി തന്നെ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അല്ല ഡയാന, നീ ആരെ കുറിച്ചായി പറയുന്നേ? എന്താ പ്രശ്നം? ആരവള്? ഇന്ന് വന്ന് കേറിയതുള്ളൂ. വന്ന് കേറിയപ്പോ തന്നെ അവള് ആരോട് ആദ്യം ഉടക്കുണ്ടാക്കിയെന്നറിയോ? അർജുനോട്. ഡയാന, നീ എന്തായി പറയുന്നേ? ഡയാന, വന്ന കാര്യം കഴിഞ്ഞില്ലേ? ഇനി നിനക്ക് പോവാം. അവള് നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർക്കണം, അല്ലാതെ എന്നോടൊന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഡയാന, നിന്നോട് പോവാനാ പറഞ്ഞേ. സോ വാട്ട്? ഡയാന, നീ ഇപ്പൊ പോ. എന്താണെങ്കിലും നമുക്ക് പിന്നെ സംസാരിക്കാം. ചെല്ലേ. ഡയാന, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നീ ഇപ്പോ പോ. അവനെ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കും. ഓക്കെ? അജു, പറ. ആരവള്? 5 minutes later. ബൈ റിയ. ബൈ ശിവ. ബൈ അമ്മു. മണ്ടേ കാണാട്ടോ. ഓക്കേടി. നോക്ക് ശിവ, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിനെ പറ്റി ആലോചിച്ച് നീ പേടിക്കണ്ട. എനിക്ക് അമ്മൂനും ഒന്നും പറ്റത്തില്ല. പോരെ? എടി ശ്രദ്ധിക്കണേ. അവന്മാര് മാത്രല്ല, ആ ഡയാനിയും ലേസം ഡേഞ്ചർ തന്നെയാ. അതുകൊണ്ടാ പറയുന്നേ, നിങ്ങള് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ റിയ, എന്നാ ഓക്കെ. നിന്റെ ബാൻ വരാനുള്ള സമയമായില്ലേ? നീ ചെല്ലേ. അല്ല, അപ്പൊ നിങ്ങൾ എങ്ങനെ പോകുന്നേ? ഞങ്ങളെ കൂട്ടാൻ എന്റെ ചേട്ടൻ വരും. ഓ, അത് ശരി. അപ്പൊ ബൈ ട്ടോ. ബൈ. നോക്കി പോട്ടോ. എന്താ ശ്രീകുട്ടി? ചുമ്മാ പുസ്തകം വായിച്ചപ്പം അതിലുള്ള കാര്യങ്ങൾ കേട്ട് ചിരിച്ചതാ. എന്തേ ചേച്ചിക്ക് ചിരിക്കാൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല, വെറുതെ ചിരിക്കുന്ന കണ്ടപ്പോ ചോദിക്കുന്നല്ലോ. അല്ല, ഇന്ന് നിന്റെ ഡേ കെയറിലെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കുറേ ഫ്രണ്ട്സ് ഒക്കെ കിട്ടി. അല്ല, ചേച്ചിക്ക് കോളേജിൽ ഇന്നത്തെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഫ്രണ്ട്സിനൊന്നും കിട്ടിയില്ല. എല്ലാരും പല പല ഭാഷയാ. ഒരു മലയാളിനെ പോലും മര്യാദയ്ക്ക് കിട്ടിയില്ല. അറിയോ? ആയിക്കോട്ടെ. അല്ല, ശിവേച്ചി എപ്പോഴാ വരാ? അവള് കുറച്ച് കഴിയുമ്പോ വരാൻ മതിയാവും. എന്തായാലും സ്കൂൾ വിടേണ്ട ടൈം ആയില്ലേ? ശിവേച്ചി വന്നിട്ട് വേണം ശിവേച്ചിന്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ. അമ്പോ, എന്നാ ചേച്ചി പഠിച്ചേട്ടോ. ഞാൻ പോയ കുറച്ച് നേരം അമ്മനെ കിച്ചണിൽ സഹായിക്കട്ടെ. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശ്രീകുട്ടി ചേച്ചി ചെല്ലേ. അല്ല, വന്നപ്പോ മുതല് കിച്ചേട്ടനെ കണ്ടില്ലല്ലോ. കിച്ചേട്ടനെ കാണാണെങ്കിൽ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയി മുടി ഒന്ന് മുറിക്കാന്ന് വിചാരിച്ചതാ. ഇതിപ്പോ വന്നപ്പോ മുതല് കണ്ടില്ലല്ലോ. ഇനിയിപ്പോ എവിടെ പോയതായിരിക്കും? എടി അമ്മു, നിന്റെ മോന്തൊന്നും ഇങ്ങനെ ഇരിക്കുന്നേ? എന്ത് പറ്റി? ശിവ, അത് പിന്നെ സ്കൂളിൽ നടന്ന കാര്യത്തിനെ പറ്റിയാണെങ്കിൽ ഒരക്ഷരം മിണ്ടി പോരുത്. സ്കൂളിലുള്ളത് സ്കൂളിൽ വെച്ച് കഴിഞ്ഞ് ഇപ്പൊ നമ്മള് വീട്ടിലാ. പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ കാര്യങ്ങളൊന്നും വീട്ടിൽ ആരോടും വിളമാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ. ശിവ, അമ്മു, ഹായ് അണ്ണ. 안녕하세요. പിന്നെയും ഞാൻ ഹലോ പറഞ്ഞതാ. അത് ശരി. അപ്പൊ ഹലോ പറയാൻ കൊറിയനില് അങ്ങനെയാണോ പറയണ്ടേ? ഒന്നുകൂടെ പറഞ്ഞുതരോ? എന്നാ പിന്നെ നാളെ മുതൽ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുമല്ലോ. യാ ഷുവർ. 안녕하세요. 안녕하세요. Yeah. And how was your first day in school? അത് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അല്ല, ഞങ്ങളൊന്ന് സ്കൂളിൽ വെച്ച് അന്നെ കണ്ടില്ലായിരുന്നല്ലോ. നീ ഏത് ക്ലാസ്സിലാ? നീയും 10th തന്നെയല്ലേ? Yeah, but I had a violin competition at another school. ഓ, അതുകൊണ്ടാണോ നീ വരാണ്ടിരുന്നേ?